എന്തെങ്കിലും പറയൂ. അങ്ങനെ നമ്മള് പോവാണ് മേസിന്റെ അക്കാഫിന്റെ ഇഫ്താർ കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വുമൻസ് ലേബർ ക്യാമ്പിലേക്ക്. സഫ സഫ പറയൂ വുമൻസ് ഡേനെ കുറിച്ച് എന്തെങ്കിലും. എന്നും വുമൻസ് ഡേ അല്ലേ? അയ്യോ പറയാം പറയൂ പറയാം. ഞാൻ അവിടെ പോകുമ്പോ ഞാൻ കൊണ്ടുപോകണം. അങ്ങനത്തെ ആൾക്കാരാണ്. രാവിലെ പണിക്ക് പോകുമ്പോ ഈ ബസ് കയറും, പണി കഴിഞ്ഞ് തിരിച്ച് ബസ് കാണിക്കണം ദിവസം നോക്കും. ഇതാണോ പീക്കോ വണ്ടി? മറിയം, ഈ ഒരു റമദാൻ മാസത്തിൽ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ലേ? നിനക്കെന്താ പറയാനുള്ളത്? ലൈക്ക് യു എയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈക്ക് ലേബർ ക്യാമ്പ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലൈഫിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് യു എയിൽ വന്നിട്ട്. സോ എന്തോ റമദാൻ മാസത്തിൽ ഇങ്ങനെ വരാൻ പറ്റിയെന്നും പ്രത്യേകിച്ച് വുമൻസ് ഡേയിൽ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പിന്നെ പങ്കിടലിൻ്റെയൊക്കെ ഒരു പുണ്യമാസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലേബർ ക്യാമ്പിൽ ഒരു വോളണ്ടിയറിംഗ് എന്ന് പറയാം, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് വിമൻസ് ഡേ ആണ്. അപ്പോൾ ഈ വിമൻസ് ഡേക്ക് തന്നെ ഇവിടെ വരാനും ഇവരുടെ കൂടെ ഇഫ്താറിലൊക്കെ പങ്കെടുക്കാനും പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫ് പോലെ അല്ല ഇവരുടെ ലൈഫ്. നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്നു, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തനിയെ വന്ന് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് താമസിച്ച് അവരുടെ മക്കളും ഫാമിലിയോ ആരും ഇല്ല, ഫ്രണ്ട്സോ ആരും ഇല്ലാണ്ട് ഒരു അത്ര സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും എന്നല്ല പറയുന്നത്, പക്ഷേ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ കൂടെ നമ്മൾ ഫുഡ് കൊടുക്കാനും ഒക്കെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നത് തന്നെ നമ്മുടെ അക്കാഫ് അസോസിയേഷനാണ്. നമുക്കിത് കിട്ടാൻ കാരണം നമ്മുടെ മെയ്സ് കോളേജാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. വനിതകൾ ആഘോഷിക്കുന്ന ദിവസം അക്കാഫ് അസോസിയേഷനും നമ്മുടെ വനിതകളെ ആദരിക്കുകയാണ്. നിങ്ങളെ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. അൺലോഡിങ് മുതൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ക്യൂ മാനേജ്മെൻറ്റ് എല്ലാം നിങ്ങളായിരിക്കും. ഞങ്ങൾ കൂടുതൽ താല്പര്യം. സോ നമ്മുടെ അക്കാഫ് അസോസിയേഷൻ്റെ ലേഡീസിൻ്റെ പവർ എന്ന് നമ്മൾ കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. So firstly, everyone happy Women's Day. You guys are all so amazing because I know there are working women here. Even working, office working, അല്ലെങ്കിൽ there women are working at home. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ you are givers always. No, you എന്ന് പറയുമ്പോഴത്തേക്കും all of us. വീട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. സോ യു ഗോ ടു ക്യാമ്പ്സ് ആൻഡ് യു ഡു ദിസ് എക്സ്റ്റെൻസീവ്ലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. ഈ ഒരു ക്യാമ്പിൽ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഞാൻ കിസേഴ്സ് താമസിച്ചിട്ട് പോലും ഐ ടുക്ക് ഓൾമോസ്റ്റ് 45 minutes. So you guys coming from all parts of UAE, I know how much of effort it takes for you to come here and do this every single day. So I'm so glad that I could actually come to here. A little bit of effort. അപ്പോൾ എഫേർട്ട് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തിനാ ഇത്ര ദൂരമുള്ള ക്യാമ്പ് ഇവരെ എടുത്തത്, കുറച്ചുകൂടെ അടുത്ത ക്യാമ്പ് എടുത്തൂടെ. But then look at you guys and your spirit. You do this every day. So hats off to you, all of you, big, small, very big, എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ നൈലാഷ മാം ആയിരുന്നു നമ്മുടെ ഇനാഗുറേഷന് വേണ്ടി വന്നിട്ടുള്ളത്. മാമും ഒരുപാട് കിറ്റെല്ലാം കൊടുത്തിട്ടാണ് പോയത്. ഈവൻ എന്താ പറയുക, ഹെൽത്ത് വൈസ് തീരെ ഓക്കെ അല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ പോലും അവർ വന്ന് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് മൈ ഫീലിങ്സ് ത്രൂ ഔട്ട് വേർഡ്സ്. അറിയില്ല എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. Even their busy schedules, a group of individuals dedicated their time to distributing iftar kit എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. 2 മണി വരെ 3 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ക്യാമ്പിൽ വന്ന് 6 മണി 7 മണി വരെ കിറ്റ് കൊടുത്ത് അത് കഴിഞ്ഞ് വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ച് പിന്നെ റൂമിൽ പോയി ഫുഡ് കഴിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ. അത് ഇന്നോ നാളോ മാത്രം നിൽക്കുന്ന പരിപാടിയല്ല. ത്രൂ ഔട്ട് റമദാൻ 1 മുതൽ റമദാൻ 30th വരെ എല്ലാ ദിവസവും
ഇതാണ് സെയിം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മുടെ എമിറാത്തി സിസ്റ്റേഴ്സ് അതിൽ ഒരാളാണ് നൂറ. അപ്പോൾ ഇവരവിടെ നമുക്ക് എന്താ ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റും ഐ സർജറിയും ഒക്കെ, ഐ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് അവരുടെ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ സർജറി ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യങ്ങളാണ് ചെയ്യുന്നത്, ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിൽ, പരിചയപ്പെടാൻ പറ്റിയതിൽ, അവിടെ പോകാൻ പറ്റിയതിൽ അത്രയും സന്തോഷമുണ്ട്. അതിന് അവസരം ഒരുക്കിയത് അക്കാഫ് അസോസിയേഷനാണ്. അതിൽ പോകാൻ പറ്റിയത് നമ്മുടെ മെയ്സ് കോളേജിൻ്റെ അവരുടെ ഒരു റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ എല്ലാം റമദാനിൽ കാര്യമായിട്ട് എന്തോ ചെയ്തു എന്ന് എനിക്ക് തോന്നിയൊരു, നമ്മളെല്ലാം റമദാനിലും എന്താ നോമ്പെടുക്കും, നിസ്കരിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ അല്ലാത്ത ഡിഫറെൻ്റായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റിയത് ഈ റമദാനിലാണ്. അപ്പോൾ ഇനി ഏത് റമദാനിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റണ അത്രയും ഞാൻ പോവും എന്നുള്ളത് ഞാൻ ഈ പ്രോഗ്രാമിന് പോയതിന് ശേഷം ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നോമ്പ് മുറിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ.